ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന പാഠഭാഗത്തിന് ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കയ്യിലേക്ക് അങ്ങ് സെറ്റാക്കി എടുക്കാൻ പോവാണ്. കൂടെ നിന്നോളുക, വീഡിയോ ശ്രദ്ധിച്ച് കണ്ടേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പാഠഭാഗത്തിൻ്റെ പേര് കിട്ടും പണമെങ്കിലിപ്പോൾ, യൂണിറ്റ് 2 ചാപ്റ്റർ 2. കുഞ്ചൻ നമ്പ്യാരുടെ കവിതയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം കിള്ളിക്കുറിശ്ശിമംഗലമാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പാഠസന്ദർഭം, പാഠഭാഗം നമുക്ക് ചോദ്യോത്തരത്തിലൂടെ പഠിക്കാം. പാഠസന്ദർഭം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. മനുപുത്രനായ ഉത്താനപാദ മഹാരാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് സുരുചിയും മറ്റാളുടെ പേര് സുനീതിയും. ഉത്താനപാദന് സുരുചിയിൽ ഉത്തമനും സുനീതിയിൽ ധ്രുവനും എന്നിങ്ങനെ 2 മക്കൾ ജനിച്ചു. ഒരിക്കൽ ഉത്താനപാദാന്റെ മടിത്തട്ടിൽ കയറിയിരുന്ന ധ്രുവനെ സുനീതി തല്ലിയിറക്കി വിട്ടു. ഒന്നാനമ്മ തല്ലിയിറക്കി വിട്ടു. അച്ഛൻ്റെ മടിയിലിരിക്കാൻ നിനക്കല്ല, എൻ്റെ മകനാണ് അവകാശമെന്ന് സുരുചി പറയുകയും ചെയ്തു. ദുഃഖിതനായ ധ്രുവൻ അമ്മയെ സമീപിച്ച് സങ്കടം പറഞ്ഞു. ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചാൽ സങ്കടങ്ങൾക്ക് അറുതിയുണ്ടാവുമെന്ന് സുനീതി മകനെ ഉപദേശിച്ചു. കാട്ടിലും പാറക്കെട്ടുകളിലും നിർഭയം അലഞ്ഞു തിരിഞ്ഞ ധ്രുവനെ നാരദ മഹർഷി കണ്ടു. നാരദന്റെ നിർദ്ദേശപ്രകാരം ധ്രുവൻ തപസ്സിൽ മുഴുകി. ധ്രുവന്റെ ഘോര തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. 10,000 ദിവ്യ സംവത്സരങ്ങൾ ധ്രുവൻ രാജ്യം ഭരിക്കുമെന്നും പിന്നീട് അനശ്വര തേജസ്സാർന്ന നക്ഷത്രമായി ലോകമുള്ള കാലത്തോളം നിലകൊള്ളുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു. ധ്രുവൻ കാട്ടിൽ അലയുന്ന കാലത്ത് നാരദമുനി നാട്ടിലെ ജീവിത അവസ്ഥകളെപ്പറ്റിയും മനുഷ്യൻ്റെ മോഹങ്ങളെക്കുറിച്ചും ധ്രുവനോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ പാഠഭാഗത്തുള്ളത്. എന്തൊക്കെയായിരുന്നു? സാമൂഹ്യ വിമർശനത്തിലൂടെ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കമിട്ട മഹാനാണ് കുഞ്ചൻ നമ്പ്യാർ. കൗശലം പ്രയോഗിച്ച് പണം സമ്പാദിക്കുന്ന മനുഷ്യരെ കണക്കിന് പരിഹസിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനയാണ് കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന തുള്ളൽ ഭാഗം. തൻ്റെ തുള്ളൽ കവിതകളെ സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പോരാടാനുള്ള ആയുധമാക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്തത്. ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് അടക്കം തന്നെ പാഠഭാഗത്തിൻ്റെ ആശയം കയ്യിൽ സെറ്റാണ്. കൗശലം പ്രയോഗിച്ച് പണം സമ്പാദിക്കാൻ മനുഷ്യൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? സാമൂഹ്യ വിമർശനത്തിലൂടെ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കമിട്ട മഹാനാണ് കുഞ്ചൻ നമ്പ്യാർ. കൗശലം പ്രയോഗിച്ച് പണം സമ്പാദിക്കുന്ന മനുഷ്യരെ കണക്കിന് പരിഹസിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനയാണ് കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന തുള്ളൽ ഭാഗം. തൻ്റെ തുള്ളൽ കവിതകളെ സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പോരാടാനുള്ള ആയുധമാക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്തത്. പണം കിട്ടുമെന്ന് കേട്ടാൽ എന്ത് ദുഷ്ടത കാട്ടാനും മനുഷ്യർക്ക് മടിയില്ല. സെറ്റാക്കി വെച്ചേക്കുക. പണം കിട്ടുമെന്ന് കേട്ടാൽ എന്ത് ദുഷ്ടത കാട്ടാനും മനുഷ്യർക്ക് മടിയില്ല. ഇനി 2 പണം കിട്ടുമെന്ന് കേട്ടാൽ എത്ര ദൂരം സഞ്ചരിക്കാനും മടിയില്ലാത്ത മനുഷ്യർ രാജാക്കന്മാരെ ചെന്ന് കണ്ട് സേവ കൂടി കാര്യങ്ങൾ സാധിക്കുന്നു. ഇനിയോ, കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ ചതിച്ചും കൈക്കൂലി വാങ്ങിയും ജനം പണമുണ്ടാക്കുന്നു. അതോടൊപ്പം കവിതകളും ശ്ലോകങ്ങളും ഉണ്ടാക്കിയാൽ ധാരാളം പണം ലഭിക്കുമെന്ന് കരുതി ചിലർ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നു. തീർന്നോ? ഇല്ല. പട്ട് കിട്ടുന്നവർക്ക് കുറച്ച് പണം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി വീരാളിപ്പട്ട് കിട്ടുന്നവൻ തരിവള കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിരൂപിക്കുന്നു. കലയോടുള്ള സ്നേഹമല്ല, മറിച്ച് പണമുണ്ടാക്കാമെന്ന് കരുതി ചിലർ ആട്ടവും ചാട്ടവും കൊട്ടും പാട്ടുമെല്ലാം പഠിക്കുന്നു. ആയോധന കലയിലൂടെ പണമുണ്ടാക്കാൻ ചിലർ കളരി അഭ്യസിക്കുന്നു. പുസ്തക വായന കൊണ്ട് പണമുണ്ടാകുമെന്ന് കരുതി ചിലർ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? കഷ്ടപ്പെടുന്നു. പ്രഭുത്വമുണ്ടായാൽ പണമുണ്ടാകുമെന്ന് കരുതി ചിലർ ആയുധ വിദ്യകൾ അഭ്യസിക്കുന്നു. പണമുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം വൈദ്യ പഠനമാണെന്ന് കരുതി ചിലർ അതിന് തുനിയുമ്പോൾ മറ്റു ചിലർ മന്ത്രവാദം പഠിച്ച് മറ്റുള്ളവരെ പറ്റിച്ച് പണമുണ്ടാക്കുന്നു. രാജാവിനെയും മന്ത്രിയെയും സ്തുതിച്ച് ചിലർ പണം പിടുങ്ങുന്നു. ജ്യോതിഷം പഠിച്ചവർ ജാതകം നോക്കി കള്ളം പറഞ്ഞ് പണം കൈക്കലാക്കുന്നു. ഇത്തരത്തിൽ പല തരത്തിലുള്ള കൗശലം പ്രയോഗിച്ച് പണം സമ്പാദിക്കാനുള്ള മനുഷ്യരുടെ സ്വഭാവത്തിനെതിരെയുള്ള പരിഹാസമായി കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന കവിത മാറുന്നു. സെറ്റാണല്ലോ? ഒന്നുകൂടി കേട്ടിട്ട് ആ പോയിന്റുകൾ എന്ത് ചെയ്യുക? ഹൃദിസ്ഥമാക്കി വെക്കുക. അർത്ഥമെത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും പൂന്താനത്തിൻ്റെ വരികളാണ്. ഇതിനോട് സമാനമായ ആശയമുള്ള വരികൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തുക.
സമ്പത്ത് എത്രയുണ്ടായാലും മനുഷ്യന് തൃപ്തി വരുന്നില്ല എന്നും ധനം കിട്ടുന്തോറും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരെന്നുമാണ് പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാനയിലെ വരികളിലൂടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പണമുണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ച് കുഞ്ചൻ നമ്പ്യാരും പറയുന്നുണ്ട്. പട്ട് കിട്ടുമ്പോഴും സന്തോഷമില്ലവൻ, ഒട്ട് പണം കൂടെ മുമ്പേ നിനക്കിയാൽ, വീരാളിപ്പട്ട് കിട്ടിയെന്നാകിലും പോരാ, തരിവള കിട്ടുവാൻ ആഗ്രഹം. പട്ട് കിട്ടുന്നവന് പണം കൂടി കിട്ടണമെന്നും വീരാളിപ്പട്ട് കിട്ടിയവന് തരിവള കൂടി കിട്ടിയിരുന്നെങ്കിലെന്നും ആഗ്രഹിക്കുന്നു. പൂന്താനവും കുഞ്ചൻ നമ്പ്യാരും അവതരിപ്പിക്കുന്നത് സമാനമായ ആശയങ്ങളാണ്. കാവ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ ഇന്ന് എത്രത്തോളം പ്രസക്തമാണ് കുറിപ്പ് തയ്യാറാക്കുക. ഫലിതം നിറഞ്ഞ പരിഹാസങ്ങൾ കൊണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് സാമൂഹ്യ പരിഷ്കരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ധ്രുവചരിതം തുള്ളലിൽ നിന്നെടുത്തതാണ് കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന കവിതാഭാഗം. കാവ്യഭാഗത്ത് അവതരിപ്പിക്കുന്ന ആശയങ്ങൾ അന്നത്തെ പോലെ തന്നെ ഇന്നും പ്രസക്തമാണ്. വിവിധ മേഖലകളിൽ നടക്കുന്ന അഴിമതി, കൈക്കൂലി, ചതി, വഞ്ചന, കൊലപാതകം എന്നിവയെല്ലാം ഇന്നും കൂടി വരികയാണ്. പണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമായി കഴിയുന്നവർ മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത അവസ്ഥ സമൂഹത്തിൽ കൂടി വരികയാണ്. ആർത്തിമൂത്ത് ഭ്രാന്തരായ മനുഷ്യർ ഇന്ന് പ്രകൃതിക്ക് നേരെ നടത്തുന്ന കയ്യേറ്റങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നതിന് സമാനമാണ്. മന്ത്രവാദത്തിൻ്റെ പേരിൽ സ്വർണവും പണവും തട്ടിയെടുക്കൽ, ഓൺലൈൻ ലോട്ടറികൾ, കള്ളനോട്ടടി, സ്വർണ്ണക്കടത്ത്, അവയവ കച്ചവടം, ഇതുപോലുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇന്ന് പെരുകി വരികയാണ്. ബന്ധുവെന്നോ സുഹൃത്തെന്നോ വേർതിരിവില്ലാതെ പണത്തിന് മുമ്പിൽ എല്ലാം അടിയറ വെക്കുന്ന സമൂഹത്തിൻ്റെ പോക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന കാവ്യഭാഗവുമായി ചേർന്ന് പോകുന്നതാണ്. സെറ്റാണല്ലോ? ഓക്കെ, നോക്കുക. സ്വന്തം താല്പര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് ഏത് തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും മടിയില്ലാത്തവരായി ആണും പെണ്ണും മാറുന്നു. സ്നേഹം, കരുണ, സഹാനുഭൂതി, സഹകരണം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളെല്ലാം പണത്തിനു മുമ്പിൽ വറ്റി വരണ്ടു പോകുന്നു. തൻ്റെ കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ കവിത ചാട്ടവാറാക്കി ആഞ്ഞു വീശാനും സാമൂഹ്യ പരിഷ്കരണം സാധിച്ചെടുക്കാനും കുഞ്ചൻ നമ്പ്യാർക്ക് കഴിഞ്ഞു. വ്യക്തികളെ ധർമ്മചാരികളാക്കുക, സാംസ്കാരികമായി ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് തൻ്റെ രചനയിലൂടെ നമ്പ്യാർ സാധിച്ചെടുത്തത്. അതുപോലെ സമൂഹത്തിൽ കാണുന്ന കൊള്ളരുതായ്മകളെ വിമർശിക്കാനും അതുവഴി സാമൂഹ്യ പരിഷ്കരണം നേടിയെടുക്കാനും ഇന്നത്തെ തലമുറയും മുന്നിട്ടിറങ്ങണം. എല്ലാം പണം നടത്തുന്ന ഇന്ദ്രജാലമായി കാണാതെ പരസ്പര സ്നേഹത്തിൽ വളരുന്ന ഒരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയണം. അതുതന്നെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ചിന്തകളുടെ കാലിക പ്രസക്തിയും. സെറ്റ്? ഓക്കെ, അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, 2 തവണ വീഡിയോ കാണാം, സെറ്റാക്കാം. ഓക്കെ, താങ്ക് യു.